ഹായ് ആർമി, ഞാൻ ഡോണ്ടി വേനിവേറിൻ്റെ 4th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റോറി നല്ല രീതിയിൽ ആഘടിപ്പിക്കുന്നുണ്ട് എനിക്കറിയാം. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം മുന്നേ ആണ്. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ആകെ 3 എപ്പിസോഡ് ഇട്ടിട്ടുള്ളൂ. അതിൽ 3ാമത്തെ എപ്പിസോഡ് 5 മാസം മുമ്പാണ് ഇട്ടത്. അത്രയ്ക്ക് ലാഗടിപ്പിക്കുന്നുണ്ട് എനിക്കറിയാം. കാര്യം ഞാൻ ഇതിൻ്റെ സ്റ്റോറി ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഞാൻ മനസ്സിൽ മാത്രമുള്ള പേപ്പറിലേക്ക് ഇതുവരെ തട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാത്തത്. പിന്നെ ചൂസ് എനിവൻ്റെ സ്റ്റോറി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അത് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റോറി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആർമീസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാര്യം ഡോണ്ടി എനിവൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന 4th എപ്പിസോഡ് എപ്പോഴും എണ്ണയും ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചൂസ് എനിവൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് 4th എപ്പിസോഡ് എപ്പോഴും എണ്ണയും ചോദിക്കുന്ന ആർമീസും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇനി ലാഗില്ലാതെ വീഡിയോ ഞാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. അമൻ കാർത്തിക്കിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ അമനുമായി കാർത്തിക് നന്ദു നന്നായി അടുത്തു. क्यों दिखे मुझे तू सिरहाने मेरे, सोच के तेरी बातें हम मुस्कुराने लगे। तू ही अखियों की ठंडक, तू ही दिल की है दस्तक, और कुछ ना जानू मैं, बस इतना ही जानू। चन्ना वे कुछ तो है तेरे मेरे दरमिया क्यों लगे। तेरे नीले नीले नैनों से शबनम पी लूं, तेरे गीले गीले होठों की सरदम पी लूं, है पीने का मौसम। धड़कन ये कहती है दिल तेरे बिन धड़के ना, एक तू ही यार मेरा, मुझको क्या दुनिया से लेना। धड़कन ये कहती है दिल तेरे बिन धड़के ना, एक तू ही यार मेरा, मुझको क्या दुनिया से लेना। तू ही दिल की है रौनक, तू ही जन्मों की दौलत, और कुछ ना जानू, बस इतना ही जानू। चन्ना वे कुछ तो है तेरे मेरे दरमिया क्यों लगे। तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है। तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है। രാവിലെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന കാർത്തിക്കിൻ്റെ നന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്ന അമൻ. അമ്മൻ, നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നടന്നു വന്നത്? നീ എന്നെ വിളിച്ചെങ്കിൽ ഞാനങ്ങ് വരുമായിരുന്നല്ലോ. ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി, അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. പിന്നെ എനിക്കിപ്പോ വേദന ഒന്നുമില്ല, ശരിക്കും നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഒറ്റയ്ക്ക്? ഇത്ര ദിവസം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് നിനക്ക് തോന്നിയത്? അയ്യോ ചേട്ടാ, അങ്ങനെയല്ല. ചേട്ടൻ ഓഫീസിൽ പോണ തിരക്കായിരിക്കൂലേ, അതാണ് ഞാൻ പിന്നെ വിളിക്കാതിരുന്നത്. ഓക്കെ, നീ അതൊക്കെ വിട്. പിന്നെ നീ ഇപ്പൊ കാര്യമായിട്ട് പറഞ്ഞാൽ നിനക്കിപ്പോ ശരിക്കും നടക്കാനൊക്കെ പറ്റുന്നതിന്റെ വേദനയില്ലെന്ന്. ആ ചേട്ടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്കിപ്പോ നടക്കാനൊക്കെ പറ്റുന്നതിന്റെ വേദന ഒന്നുമില്ല. എനിക്ക് നീ പ്ലാസ്റ്റർ മാത്രം അയച്ചാൽ മതി. പ്ലാസ്റ്റർ അയക്കണെ പറ്റി ഞാൻ തന്നെ അവളോട് ചോദിക്കട്ടെ. നീ ആദ്യം വന്നിരിക്കും, ഫുഡ് കഴിക്കാം. സിസ്റ്റർ, അടുത്ത പേഷ്യന്റിനെ വിളിച്ചു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അങ്ങോട്ടൊരു വിഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചൊരു വിഷ് പോലും ചെയ്യില്ല ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. എന്തായിരുന്നു എൻ്റെ അസുഖം? അസുഖം എൻ്റെ ഹാർട്ടിനൊരു ചെറിയ വേദന. നിന്റെ ഹാർട്ടിന്റെ വേദനയ്ക്ക് ഇതുവരെ ഒരു കുറവില്ല രാഹുൽ. അതെങ്ങനെ മാറാനാ? മാറണമെങ്കിൽ ഡോക്ടർ എനിക്ക് മരുന്ന് തരണം. അതൊട്ട് ഡോക്ടർ തരൂല്ല. ഞാൻ മരുന്ന് തന്നിട്ട് മോൻ്റെ ഹാർട്ടിന്റെ വേദന മാറുമെന്ന് വെച്ച് മോൻ ഇരിക്കണ്ട. ഡോക്ടർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ?
രാഹുൽ നീ എഴുന്നേറ്റ് പോയേ. എനിക്ക് ഒരുപാട് പണിയുണ്ട് ഇവിടെ. പുറത്ത് കുറെ പേഷ്യന്റും ഉണ്ട്. എന്റെ സമയം മെനക്കെടുത്താതെ എന്നിട്ട് പോകുന്ന നിനക്ക് നല്ലത്. ഞാൻ മരുന്ന് മേടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരുന്ന് മേടിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. രാഹുൽ നിന്റെ പ്രശ്നം എന്താ? നിനക്ക് എന്താ വേണ്ടത്? എന്റെ പ്രശ്നം എന്താന്നും എനിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഈ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. നടക്കോ നടക്കില്ലേ നിങ്ങൾ അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? ഈ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതി. അർണവേട്ട, ഞാൻ ചേട്ടനോട് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ വന്നതല്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നെ ഒന്ന് മനസ്സിലാക്ക്. നീ പറയുന്നത് എന്താ ഞാൻ കേൾക്കണ്ടേ? നിന്നെ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? കേട്ടത്തോളം മനസ്സിലാക്കിയത്തോളം എനിക്ക് മതിയായി. അർണവേട്ട, പ്ലീസ് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? ഞാൻ ചെയ്തിട്ടും വലിയ തെറ്റാന്ന് എനിക്കറിയാം. അതൊന്നും ആർക്കും അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ 4-5 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പൊ എങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? 4-5 വർഷം കഴിഞ്ഞില്ലേ? ഒന്ന് ക്ഷമിച്ചൂടെ? 4-5 വർഷമല്ല, ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. അന്ന് നിന്റെ വായിന്ന് വന്ന ആ ഒരു വാക്ക്, അന്ന് തീർന്നു നീ ഞാൻ തമ്മിലുള്ള എല്ലാ ബന്ധവും. ചേട്ടാ, ആ ടൈമിൽ അങ്ങനെ പറയാനത് എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതിന് ഞാനിപ്പോൾ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വാക്കിന്റെ പേര് ഞാനിപ്പോൾ ചത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. ഓ, നിന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അല്ല, അപ്പോ എനിക്കോ? എനിക്കെന്തോ ഓപ്ഷനോ ഉണ്ടായിരുന്നത്? എന്നിട്ട് ഞാൻ ഒരിക്കലും നീ പറഞ്ഞതുപോലെ പറഞ്ഞില്ല. പറയൂ പോട്ടെ, ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പോലുമില്ല. ചേട്ടാ, ആ ടൈം ഓൾറെഡി ഇഷാനും കാർത്തികിനെ വീട്ടിൽ പൊക്കിയിരിക്കുന്ന ടൈമായിരുന്നു. കാർത്തിക് ഇഷാനത് പറ്റില്ലെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ആ ടൈം ഞാനും കൂടി, അത് വെല്ലിച്ചനും വെല്ലുമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അന്നും ഇന്നും എല്ലാം നിനക്ക് നിന്റെ ഫാമിലി, നിന്റെ വെല്ലിച്ചൻ, വെല്ലിയമ്മ, ചേട്ടൻ ഇവരൊക്കെയാണല്ലോ ഇമ്പോർട്ടന്റ്. ഞാനല്ലല്ലോ. ഞാൻ പോട്ടെ, നിന്നെ സ്നേഹിച്ചു. അതിന്റെ പേര് എന്റേതായ എന്റെ എല്ലാം ഞാൻ കളഞ്ഞു കുളിച്ചു. എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ് എല്ലാം, അത് നിനക്ക് വേണ്ടി. എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്തത്? നമ്മുടെ പ്രണയത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഇന്നീ ലോകത്ത് എനിക്ക് ആരുമില്ല. ആർക്ക് വേണ്ടി ഞാൻ എന്റെ എല്ലാം ഉപേക്ഷിച്ചോ ആള് പോലുമില്ല. പിന്നെ ഒരാളുണ്ട്, നിന്റെ ചേട്ടൻ കാർത്തിക്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇന്നും അന്നും എപ്പോഴും അവൻ മാത്രം എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ചേട്ടാ, ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. പക്ഷെ എൻ്റെ അപ്പത്തെ അവസ്ഥ ചേട്ടനൊന്ന് മനസ്സിലാക്കുക. ഞാൻ എന്താ നിന്നെ മനസ്സിലാക്കേണ്ടത്? നിന്റെ സിറ്റുവേഷന് ഞാനാണെങ്കിൽ ഒരിക്കലും നീ ചെയ്ത പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഒരിക്കലും. നിന്നേലും പേര് നിന്റെ ചേട്ടൻ കാർത്തിക. അത്രയും പ്രശ്നം ഉണ്ടായിട്ട് അവൻ ഇഷാന്റെ കൂടെ നിന്നു. അവന്റെ പ്രണയം മുറുകെ പിടിച്ച് തന്നെ നിന്നു. ഇഷാൻ അവനെ ഇട്ടേച്ച് പോയില്ലെങ്കിൽ ഇന്നും അവർ ഒരുമിച്ചുണ്ടായേനെ. നിങ്ങൾ പറഞ്ഞു ശരിയാ. കാർത്തിക് ഇഷാന്റെ കൂടെ നിന്നു. അവന്റെ പ്രണയം മുറുകെ പിടിച്ച് അവസാനം വരെ നിന്നു. എന്നിട്ട് എന്തായി? വേറൊട്ടീനെ കിട്ടിയൊരു കൊച്ചുവായി. അവനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടും ഭേദാ. അവന്റെ കല്യാണത്തെ പറ്റിയും കുടുംബജീവിതത്തെ പറ്റിയും നീ എന്നെ കൊണ്ട് കൂടുതലും പറയിക്കും. അവന്റെ ജീവിതം നശിപ്പിച്ച് കുളം തോണ്ടിയത് നിന്റെ വെല്ലിച്ചനും വെല്ലിയമ്മയും കൂടെ. എന്നിട്ട് അവർക്ക് ഇതുവരെ മതിയായിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. വെല്ലിയമ്മയും വെല്ലിച്ചനും നിർബന്ധിച്ച് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്ന്. പക്ഷെ ഇപ്പം അവൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വന്നു. അവൻ ഇഷ്ടപ്പെട്ട പോലെ അവനിപ്പോൾ ജീവിക്കുന്നത്, അതും സ്വസ്ഥതയോടും സമാധാനത്തോടെയും. എനിക്കും അതുപോലെ ഒന്ന് ജീവിക്കണം. അതും നിങ്ങളുടെ കൂടെ. എല്ലാം മറന്ന് എനിക്കൊരു ചാൻസ് തന്നൂടെ? എല്ലാം പഴയതുപോലെ ആകും. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. പ്ലീസ്. ഓക്കെ, ശരി, ഞാൻ നിനക്കൊരു ചാൻസ് തരാം. അതിനുശേഷം പിന്നെ എന്താ? പണ്ടത്തെ പോലെ ആരോടും പറയാതെ, ആരും അറിയാതെ ഒളിച്ചു ജീവിക്കണമായിരിക്കുമല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നെന്നും നീ എന്റേതാണെന്നും ഞാൻ നിന്റേതാണെന്നും വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ പറ്റില്ല. ഇപ്പാണെങ്കിൽ അതിന് രസം. പണ്ടത്തെ കാര്യം നന്നായിട്ട് ഒളിച്ചു ജീവിക്കണം. ഒരു വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുണ്ട്. അത് പറ്റില്ല. ഒരുമിച്ചൊന്ന് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണമെന്നുണ്ട്. അത് പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് കൈ പിടിച്ച് റോട്ടിലൂടെ നടക്കണമെന്നുണ്ട്. അതും പറ്റില്ല. എന്നെ കൊണ്ട് ആ ലൈഫിൽ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നീ എന്റേതാണെന്നും ഞാൻ നിന്റേതാണെന്നും എല്ലാവരോടും വിളിച്ച് പറയണം. നിന്റെ വെല്ലിച്ചോടും വെല്ലിയമ്മയോടും. എന്നിട്ട് നീ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഒരു വീട്ടിൽ എനിക്ക് താമസിക്കണം. ഒരു നോർമൽ കപ്പിൾ എങ്ങനെയാണോ അതുപോലെ എനിക്ക് ജീവിക്കണം. അതിനൊക്കെ നിനക്ക് സമ്മതമാണോ? ആണെങ്കിൽ ഓക്കെ. നോ, എന്നെ കൊണ്ട് പറ്റില്ല. അന്നാ മോനിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. അന്ന വെട്ടോ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല.
പിന്നെ ഞാൻ ഇപ്പൊ ചോദിച്ച കുറെ ചോദ്യങ്ങൾ അത് തമാശക്ക് നിന്റെ വായി നിന്നാ വരാൻ പോണെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ലാതെ ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ ഒരു കാലത്തും വിചാരിച്ചു നോക്കണ്ട. നമ്മുടെ ഇടയിൽ ഒന്നും പഴയതുപോലെ ആകാൻ പോകുന്നില്ല. ഹർണവേട്ട, നിങ്ങളൊരു ദിവസം എന്നോട് ക്ഷമിക്കും, അന്നെല്ലാം പഴയതുപോലെയാകും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്നും എൻ്റേതും മാത്രമായിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് ആര് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാ ബൈ, പിന്നെ കാണാം. ഹാളിലിരുന്ന് കാര്യമായിട്ട് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവൻ. എന്താണ് അമ്മൻ കാര്യമായിട്ട് എന്താ ചിന്തിച്ചോണ്ടിരിക്കാൻ തോന്നുന്നല്ലോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ഓരോന്ന്. അല്ല ചേച്ചി ഇതെവിടെ പോയിട്ട് വരുവാ? ഞാൻ മാർക്കറ്റിൽ പോയതാ. ഓ, അല്ല ചേച്ചി ഫുഡ് ഉണ്ടാക്കാൻ പോവാണോ? ആ അമ്മൻ ഫുഡ് ഉണ്ടാക്കാൻ പോവാ. എന്നാ ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ? അതൊന്നും വേണ്ട, സാർ അറിഞ്ഞതിനെ കൊല്ലും. സാറൊന്നും അറിയില്ല, പ്ലീസ്. ഞാനിവിടെ വെറുതെ ഇരുന്ന് മടുത്തട്ടാ. എന്നാ വാ, അവിടെ ഇരുന്ന് കുറച്ച് പച്ചക്കറി അരിയാം. സിസ്റ്റർ, അടുത്ത പേഷ്യന്റ് വിളിച്ചോട്ടോ. ആ ഡോക്ടർ. ഹായ് അർണവ്. കാർത്തിക്, ഇന്ന് ഈ ഹോസ്പിറ്റലിൽ കയറാൻ നിന്റെ കുടുംബത്തോടെ വല്ല നേർച്ച എടുത്തിട്ടുണ്ടോ? ഞാനല്ലാതെ ആരാ എൻ്റെ കുടുംബത്തിൽ ഇങ്ങോട്ട് വരാൻ? എൻ്റെ അച്ഛനും അമ്മയും നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ആരാ? ഓ, എൻ്റെ പൊന്നാര അനിയനായിരിക്കുമല്ലേ? ആ, അവൻ തന്നെ. എന്നിട്ട് കശി എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, സ്ഥിരം പല്ലവി. 2 മാസം നാട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അത് തീർന്നു. പിന്നെ ഇന്ന് കുറെ ഓവറായിരുന്നു. എനിക്ക് ദേഷ്യം വന്ന് ഞാനും എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു ഭീഷണിയും കൂടെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോയത്. ഭീഷണിയോ? ആടാ, ഭീഷണി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിക്ക് പോസ്റ്റ് ചെയ്തില്ലായിരുന്നു? ആ, ഒരു ചെറുക്കൻ്റെ കൂട്ടുള്ള പിക്കല്ലേ? അപ്പോൾ ഞാനോട് ചോദിക്കും ചെയ്ത് ചെറുക്കനായിരുന്നു. അപ്പം നീ പറഞ്ഞിട്ട് ജൂനായിട്ട് പഠിച്ചാണ്, പിന്നെ ഈ ഹോസ്പിറ്റലിൽ ന്യൂ ആയിട്ട് ജോയിൻ ചെയ്തെന്നും കൂടെ പറഞ്ഞായിരുന്നു. ആ ചെറുക്കൻ തന്നെ. ആ ചെറുക്കൻ ഇപ്പൊ എവിടെയാന്ന് നിനക്ക് അറിയോ? ഈ ഹോസ്പിറ്റലിൽ 36ാമത്തെ റൂമിൽ കിടപ്പുണ്ട്. 2 കാലൊടിഞ്ഞിട്ടുണ്ട്, ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് നല്ല പരിക്കുമുണ്ട്. രാത്രി വീടുകൾ കുറച്ച് ഗുണ്ടകളെ ആക്രമിച്ചതാ. ആ ചെറുക്കൻ ഈ ഗുണ്ടകൾ ഏതാണെന്നറിയില്ല, പക്ഷെ എനിക്കറിയാം. നിന്റെ അച്ഛൻ കാശും കൊണ്ടൊക്കെ കൊടുത്തിട്ട് പോട്ടുന്നില്ല കുറച്ചവന്മാര്. ബിസിനസ് ശത്രുക്കളെ തല്ലിക്കാനും മക്കളെ കാമുകന്മാരെ തല്ലിക്കാനും വേണ്ടിയിട്ട് അവന്മാര് തന്നെ. അവരോ? അവരെന്തിനാ ചെറുക്കനെ തല്ലണേ? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വന്നത്, അവരെ കൊണ്ട് ആ ചെറുക്കനെ തല്ലിച്ചത് നിന്റെ പൊന്നാരനിയനാണെന്ന്. രാഹുലോ? അവൻ തന്നെ. അവൻ എന്നെ ഓരോ തെളിച്ചോണ്ടിരിക്കുക. അവൻ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്. ശരിക്കും അയാളുടെ മോനായിട്ട് നീയല്ല ജനിക്കേണ്ട, അവനാ. ഈ പറഞ്ഞോട് ഞാൻ 100% യോജിക്കുന്നു. ശരിക്കും അങ്ങനെയുള്ള മോനായിട്ട് അവൻ തന്നെ ജനിക്കട്ടെ, ഞാൻ കൊച്ചച്ഛൻ്റെ മോനായിട്ടും. പക്ഷെ എന്ത് പറയാനാ, മാറിപ്പോയി. സ്വന്തം മോനായിട്ട് ജനിച്ചില്ലെങ്കിൽ എന്താ, സ്വന്തം മോനെ പോലെ തന്നെയല്ലേ. നീയായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യം അവനായിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങേര് പറയുന്ന എല്ലാത്തിനും തലയാട്ടി കൊടുക്കും. അങ്ങേര് പറയുന്ന എല്ലാം നല്ല വെടിപ്പാട്ട് ചെയ്യുകയും ചെയ്യും. അതിപ്പോ എന്ത് തെണ്ടിത്തരായാലും. പിന്നെ ഇപ്പൊ അവൻ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും വെച്ച് എനിക്കിപ്പോ നല്ല ഡൗട്ടുണ്ട്. ഈശാദിനെ ഇട്ടേച്ച് പോയതിന് അവന് വല്ല പങ്കുണ്ടോന്ന്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അവൻ എൻ്റെ അനിയനാണ്. ഈശാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഞാൻ ഈശാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, ഈശാൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. അവൻ ഞങ്ങളോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഒറ്റ രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് കൂടെ കിടന്നാണ് തള്ളി പറഞ്ഞ മുതല. പിന്നെയാണ് ചേട്ടൻ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കവന് വിശ്വാസമില്ല. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ അവന് വെറുക്കുന്നൊക്കെ 100 കൂടുതൽ വെറുക്കുകയുള്ളൂ. നിനക്കിപ്പോഴും അവൻ്റെ കാര്യത്തിൽ ആ പഴയ സ്റ്റാൻഡ് തന്നെയാണല്ലേ? അത് നിനക്ക് അറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? ഇടാ, നീ പറഞ്ഞില്ലായിരുന്നോ അവൻ ഇന്ന് കുറച്ച് ഓവറായിരുന്നു എന്ന്? അത് വെറുതെ ഒന്നുമല്ല. എൻ്റെ തന്തപ്പടി അങ്ങനെ കല്യാണാലോചന കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങയുടെ ഫ്രണ്ടിൻ്റെ മോളാ. പണ്ട് തൊട്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ മക്കൾ ഞങ്ങളുടെ തല കെട്ടി വെക്കാനുള്ള അങ്ങനെ പരിപാടി. കൊലക്കറിയാച്ചിൽ ഓൾറെഡി അവന് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവന് വേണ്ട, അവനിപ്പോൾ കാണിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇത് ഇച്ചിരി സീരിയസ് ആയിരുന്നു. അങ്ങനെ അവനോട് പോയി കാണാൻ പറഞ്ഞു, അവൻ പോയി കണ്ടു. ഇപ്പം ആ കൊച്ചിനോട് ഇവനോട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്.
അയാൾക്ക് എൻ്റെ ലൈഫ് നശിപ്പിച്ച് മതിയായില്ല. ഇനി അവൻ്റെയും കൂടെ ഞാൻ എന്തായാലും അവനോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ ലൈഫ് നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. പണ്ട് ഇതുപോലെ തന്നെയല്ല നീ നിന്റെ ലൈഫിലോട്ട് കയറി വന്നേ. നിന്റെ ഒരു എസ് തീർന്നുമല്ല അവിടെ വെച്ച്. നീക്ക് നിന്നെ പറ്റി എല്ലാം അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ അവൾ നിന്റെ ലൈഫിലോട്ട് കയറി വന്നത്. അവൾ എങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവൾ നിന്റെ കൊച്ചിനെ പ്രസവിച്ചതാ. ഒരു തവണയെങ്കിലും അവൾ നിന്റെ മനസ്സറിഞ്ഞ് ശപിച്ചു കാണും. അവനോട് പറഞ്ഞേക്ക് എസ് പറയാനാ ഭാവമെങ്കിൽ കൊണ്ട പെണ്ണുങ്ങളെ ശവം മേടിച്ചു കൂട്ടണ്ടെന്ന്. നീ പറഞ്ഞത് ശരിയാ. അവൾ എത്ര കൊള്ളാത്തവളാണെങ്കിലും അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എന്ത് തന്നെ ആയിക്കോട്ടെ, അവളുടെ ഭാര്യയായിരുന്നു, നന്ദുവിൻ്റെ അമ്മയായിരുന്നു. ഒരു തവണയെങ്കിലും അല്ലാട അവൾ ശപിച്ചു കാണും എന്നെ. ശരിക്കും മനസ്സവൾ ശപിച്ചു കാണും. അവളുടെ പേര് കേട്ടാലും അവളെ പറ്റി എന്തെങ്കിലും കേട്ടാലും ഞാൻ ഒന്നുകിൽ ഇമോഷൻ ആകും, അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും. അതിന് മാത്രം അവളുടെ ലൈഫിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. എടാ, നന്ദുവിനെ കാണുമ്പോൾ എനിക്ക് അവളുടെ ഓർമ്മയാണ് വന്നത്. നന്ദുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവളെപ്പോലെ തന്നെയാ. ആ ദേഷ്യവും ആ വാശിയും വാശി പിടിച്ച് എന്തും നേടാന്നുള്ള അഹങ്കാരവും അങ്ങനെയൊക്കെയാണ് നന്ദു. എൻ്റെ ലൈഫിൽ ഞാൻ അവളെ പറ്റി ഓർക്കല്ലോ എന്ന് കരുതിയാലും എൻ്റെ ലൈഫിലോ അവളുടെ പേരിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് അംഗീകരിക്കാൻ ഞാനിപ്പോൾ അടിച്ചു തുടങ്ങി. കാർത്തിക് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ, സോറി. നീ എന്തിനോട് സോറി പറയുന്നത്? നീ പറഞ്ഞത് സത്യമല്ലേ? എന്തായാലും അവളും ഇഷാറും എൻ്റെ പാസ്റ്റാണ്. അവർ ആ ടൂറിസ്റ്റിൻ്റെ ലൈഫിലേക്ക് വന്നു. അവർ ആ ടൂറിസ്റ്റിൻ്റെ ലൈഫിൽ നിന്ന് പോയി. എൻ്റെ ഫ്യൂച്ചർ എൻ്റെ മോനാണ്. ഞാൻ അവന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവന് വേണ്ടി മാത്രം. പിന്നെ ഞാൻ രാഹുലിനോട് സംസാരിക്കാം. പിന്നെ ഞാൻ വന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ. ആടാ, നീ എന്തിനാ വന്നത് പറഞ്ഞില്ല? എടാ, ഞാൻ അവൻ്റെ കാര്യം പറയപ്പെട്ട് വന്നതാ. ഇപ്പം 6 മാസം കഴിഞ്ഞില്ല, അവർക്ക് പ്ലാസ്റ്റർ അയക്കാനോ. അവരിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്, വേദന ഒന്നില്ലെന്ന് പറഞ്ഞു. അവൻ നേരെ പലത്തെക്കൊണ്ട് നടക്കോട്ട് വീട്ടിൽ കൂടെ. അപ്പോൾ ഇനി അവർ പ്ലാസ്റ്റർ അയക്കാനോ. ആടാ, നീ നാളെ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് പ്ലാസ്റ്റർ അയക്കാം. ആടാ, നാളെ ഞാൻ അവനെ കൊണ്ട് വന്നേക്കാം. പിന്നെ അവന്റെ ഫ്രണ്ടിന്റെ ചേട്ടനെ പറ്റിയോ അല്ല അവന്റെ ഫാമിലിനെ പറ്റിയോ എന്തെങ്കിലും വിവരം കിട്ടിയോ? അവൻ്റെ ഫാമിലിനെ പറ്റി ഒരു വിവരം കിട്ടിയില്ല. പക്ഷെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഫുൾ അഡ്രസ്സ് കിട്ടി. ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ പുള്ളിയുടെ എല്ലാം സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് അവൻ്റെ പ്ലാസ്റ്റർ കൂട്ടിയിട്ട് ഞാൻ അവൻ ഓക്കെ ആയിട്ട് തൻ്റെ അടുത്ത് കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ തൻ്റെ കാര്യം അവനോട് പറയുന്നില്ല. പറഞ്ഞു ഞാൻ തൻ്റെ അടുത്ത് നിന്ന് വാശി പിടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഓക്കെ പറഞ്ഞു. പ്ലാസ്റ്റർ അയച്ചു കഴിഞ്ഞ് പുള്ളി അടുത്ത് കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഗുഡ്. എന്തായാലും ഇതുപോലെ തന്നെ അവന്റെ ഫാമിലിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അവൻ്റെ ഫാമിലിയെ പറ്റി നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ടടാ. കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടട്ടാടാ. അപ്പൊ നിനക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ എല്ലാ പണിയും അറിയാം. അറിയാം. അറിയാതെ പഠിക്കാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരാൻ വീട്ടിലെ എല്ലാ പണിയും എടുക്കണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയമ്മയുടെ കയ്യിൽ നിന്ന് അതിനും കിട്ടും. വഴക്ക് കിട്ടാതിരിക്കാനും അടി കിട്ടാതിരിക്കാനും വേണ്ടി ഞാൻ എല്ലാ പണിയും അങ്ങ് പഠിച്ചു. എന്നാൽ അവരെന്ത് മനുഷ്യരാണോ ഈ ചെയ്ത് കൂട്ടിയേക്കണ പാപമൊക്കെ അവർ എവിടെ കൊണ്ട കഴുകി കളയോ? നമ്മൾ ചെയ്ത പാപത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നല്ലേ, അതുപോലെ ഒരു ദിവസം അവർക്കും കിട്ടുമായിരിക്കും. അവരെന്നോട് ചെയ്തത് അതുപോലത്തെ കാര്യങ്ങളാ. എൻ്റെ മുത്തശ്ശനും എൻ്റെ അമ്മയും. അതിനൊക്കെ അവരോട് ദൈവം ചോദിച്ചോളൂ. അതൊക്കെ വിട. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമല്ലേ. ചേച്ചി, എന്നൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അത് ഞാൻ കുറച്ച് നാളെ ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെ ചോദിക്കണമെന്നറിയില്ലായിരുന്നു. നന്ദുവിന്റെ അമ്മയും കാർത്തിക് സാറും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അവരെന്തിനാ ഡിവോഴ്സ് ചെയ്തത്? നന്ദുവിനെ പിന്നെ കാർത്തിക് സാറിന് കൊടുത്തിട്ട് പോയത്? ഇത്രയും ചെറിയ കുട്ടിയെ അമ്മയല്ലേ വളർത്തേണ്ടത്? സത്യം പറയുവാണെങ്കിൽ എനിക്കതിനെ പറ്റൊന്നും അറിയത്തില്ല.
സാർ നന്ദൂരം കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ നന്ദൂരെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന 4 വർഷമായി. പക്ഷെ ഇതുവരെ ഞാൻ സാറിനോട് ചോദിച്ചിട്ടില്ല. അതെന്താ ചോദിക്കുവാണെങ്കിൽ സാറിൻ്റെ പാസ്റ്റിനെ പറ്റി നല്ല കാര്യങ്ങളൊന്നുമല്ല എനിക്ക് അറിയാൻ പറ്റിയത്. അത് ഞാൻ എൻ്റെ സാറിനോട് ചോദിച്ച് സാറിന് വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ചോദിക്കാത്തത്. പിന്നെ നന്ദൂരെ കാണാൻ വേണ്ടി നന്ദുവിൻ്റെ അച്ചാമ്മയും അച്ചച്ചനും മുത്തശ്ശനും പിന്നെ വേറെ കുറച്ച് ബന്ധുക്കാരൊക്കെ വരും. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന കേട്ട് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അതിനെപ്പറ്റി. സാറിന് കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതൊരു ബോയ് ആയിട്ടായിരുന്നു. ബോയ് ആയിട്ടോ? ആ ബോയ്. ആ കാര്യം സാറിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞു. പിന്നെ ഫുൾ സീനായിരുന്നു. പക്ഷെ സാർ ആ ചെറുക്കൻ്റെ കൂടെ ജീവിക്കുന്ന പറഞ്ഞ് ഉറച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ സാറിൻ്റെ അച്ഛനും അമ്മ സമ്മതിച്ചില്ല. പിന്നെ ഒരു ദിവസം ആ ചെറുക്കൻ സാറിനെ വേണ്ടെന്ന് വെച്ചിട്ട് എങ്ങോട്ടോ പോയി. എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ആ ടൈമിലാണ് സാറിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഈ നന്ദുവിൻ്റെ അമ്മയുടെ കല്യാണാഴ്ച കൊണ്ട് സാധനം എടുത്തിട്ട് വരുന്നത്. അതിന് മുമ്പ് ഓൾറെഡി സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറ് പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും സാർ പറ്റില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് സാറിനെ കൊണ്ട് എങ്ങനെയോ നന്ദുവിൻ്റെ അമ്മയെ കല്യാണം കഴിപ്പിച്ചു. സത്യം പറയുകയാണെങ്കിൽ നന്ദുവിൻ്റെ അമ്മയ്ക്കും സാറിൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഈ നന്ദുവിൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ സാറിൻ്റെ ബോയ് ഫ്രണ്ട് സാറിന് ടച്ച് പോയി പങ്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി ശരിക്കും അറിയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് നന്ദു ഉണ്ടായതും അതിനുശേഷം അവരെ കൊണ്ടങ്ങ് ഒത്തുപോകാൻ പറ്റുന്നുണ്ടായിട്ടില്ല. സാറിന് ഓൾറെഡി ആ ചെറുക്കനെ തന്നെയാണല്ലോ ഇഷ്ടം. അങ്ങനെ പിന്നെ അവസാനം ഈ നന്ദുവിൻ്റെ അമ്മ തന്നെയാണ് സാറിനോട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്തതും പിന്നെ കൊച്ചിനെ സാറിനോട് തന്നെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോയത്. അപ്പൊ ഈ നന്ദുവിന്റെ അമ്മ നന്ദൂരെ കാണാനൊന്നും വരില്ലേ? ആ കൊച്ചു US-ലാണ് താമസിക്കുന്നത്. അവരുടെ ഫാമിലി ബിസിനസ്സിന്റെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തി അവിടെ അങ്ങ് താമസിക്കുന്നത്. പിന്നെ വർഷത്തിൽ 1-2 തവണയൊക്കെ നന്ദൂരെ കാണാൻ വരും. വെള്ളപ്പിളൊക്കെ വിളിക്കും. പിന്നെ എല്ലാ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് അയച്ചു കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ. ചേച്ചി നന്ദൂരെ അമ്മനെ കണ്ടിട്ടുണ്ടോ? എന്താ അവരുടെ പേര്? ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു നാട്ടിൽ വരാൻ നേരത്ത് നന്ദൂരെ കാണുമെന്ന് സാറിനോട് വിളിച്ചു പറയും. അപ്പോൾ സാറ് പറയും എന്നോട് കൊണ്ടുചെല്ലാൻ പറയാറുണ്ട്. ആ കൊച്ചിൻ്റെ പേര് ദിയ എന്നാ. ദിയ. അപ്പൊ സാറിന്റെ ആ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താ? ആ ചെറുക്കൻ്റെ പേര് ഇഷാൻ. അങ്ങനെ എന്താണോ ഇവിടെ പറയുന്നത് കേട്ടത്. ഇഷാൻ. ഈശാൻ. അപ്പോൾ അമ്മ നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ അയക്കാം. ആ ചേട്ടാ. അത് അമ്മൻചേട്ടൻ. അമ്മൻചേട്ടൻ എവിടെയും പോകുന്നില്ല. ആ സത്യമായിട്ട്. ഞാൻ നന്ദൂരായിട്ട് എങ്ങും പോകില്ല. ഇപ്പം അമ്മച്ചേട്ടൻ പറഞ്ഞില്ല അമ്മച്ചേട്ടൻ എങ്ങും പോകുന്നില്ല. അപ്പം ഇനി മുമ്പ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയപ്പോൾ തന്നെ കുറേ ടൈമേ നാളെ സ്കൂളിൽ പോകാനുള്ളതാണ്. ഗുഡ് നൈറ്റ്. അമ്മ എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് താൻ പറയണ്ട. എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തനിക്ക് താല്പര്യമെങ്കിൽ താൻ പറയണ്ട. പിന്നെ നാളെ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? സർപ്രൈസ് എന്നത് പറഞ്ഞത് നിങ്ങളുടെ സർപ്രൈസ് ആകുന്നതും അതെന്താ നീ നാളെ കണ്ടാൽ മതി. എന്നാൽ പൊന്നുമോ കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ബൈ, നാളെ കാണാം.